ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സത്യേട്ടാ, ഏട്ടന് വീണ്ടും നാശത്തിലേക്കുള്ള വഴി വെട്ടിക്കൊടുക്കുന്നത് നമ്മുടെ അമ്മ തന്നെ. ഹർഷയെ ശുശ്രൂഷിക്കാൻ അമ്മയ്ക്ക് പോയാ പോരെ, എന്തിനാ ഏട്ടനെ കൂടെ കൂട്ടുന്നത്? അവർ തമ്മിൽ നല്ല സൗഹൃദം മാത്രമാണെന്ന് അമ്മ സത്യനോട് പറഞ്ഞില്ലേ സോനെ? അല്ലെങ്കിൽ രവി ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കൂ. അപ്പോ നമ്മളും ഇതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ആ രവിയാണോ അതോ ഹർഷ തന്നെയാണോ അമ്മയെ വിളിച്ചതെന്ന് ആർക്കറിയാം? നമുക്ക് അമ്മ പറയുന്നത് വിശ്വസിച്ചാൽ മതി സത്യേട്ടാ. ഇന്ദ്രേട്ടൻ എന്തായാലും ഒരു തെറ്റായ റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഹർഷ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണെന്നാ. ആ, എന്തായാലും അമ്മ കാലത്ത് വന്നാലുടനെ നിങ്ങൾ അമ്മയോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ മറക്കണ്ട. ഇനി ഹർഷയുടെ ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എങ്കിലേ അമ്മയുടെ ചെവിയിലേക്ക് അത് കയറൂ. അതെ, അമ്മ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ എന്റെ കാര്യം പറഞ്ഞു ചെന്നാ അമ്മ ഇതെന്തായാലും നെഗറ്റീവായിട്ട് എടുക്കും. അതിനു മുൻപ് നിങ്ങളുടെ വായിന്ന് പുറത്തു പോവല്ലേ? അല്ലെങ്കിലേ പ്രതിഭ പ്രഗ്നന്റ് ആവുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതെനിക്കും തോന്നി. റിസൾട്ട് പോസിറ്റീവ് ആകുന്നുള്ള സൂചനയൊക്കെ അമ്മയ്ക്കും ഉണ്ടാവും. ചിലപ്പോ അത് പറയാൻ നിങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വന്നതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി കാണും. ആ, സോന പറഞ്ഞത് കറക്റ്റാ. ആന്റി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയത് തന്നെയാ. എന്തായാലും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനത്തിൽ തന്നെയല്ലേ? എന്താ സംശയം? ഞങ്ങൾ രണ്ടുപേരും ആദ്യം അമ്മയൊന്ന് കയ്യിലെടുക്കാൻ നോക്കും. എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും അമ്മയുടെ അനുഗ്രഹാശിസുകൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണം. അതെ, അമ്മയെ പിണക്കിക്കൊണ്ട് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. എന്റെ പ്രഗ്നൻസി അമ്മ മനസ്സുകൊണ്ട് അംഗീകരിക്കണേന്നാ എന്റെ പ്രാർത്ഥന. ഇനി എന്ത് ചെയ്തിട്ടും അമ്മ ഉടക്കാനാണ് തീരുമാനമെങ്കിൽ ബാക്കി അപ്പം നോക്കാം. എന്തായാലും ദൈവം ഞങ്ങൾക്ക് തന്ന സൗഭാഗ്യം കൈവിട്ട് കളയാൻ ഞങ്ങൾ തയ്യാറല്ല. ആ, അത് മതി. നമ്മളൊരു കാര്യത്തിൽ ഉറച്ചു നിന്നാ ബാക്കിയെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങൾ ഒപ്പമുണ്ട്. അല്ലേ സോനെ? അതെ. രവി, ധൈര്യമായിട്ടിരിക്കുക. ഹർഷയും കുഞ്ഞും സേഫായിരിക്കും. ഇന്ദ്രൻ ഇതിനു മുമ്പ് ഇങ്ങനൊരു അവസ്ഥ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ദ്രൻ്റെ മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാവും. പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല ഇന്ദ്ര. ഹർഷയും കുഞ്ഞും സേഫാണെന്ന് കേട്ടാൽ മാത്രമേ എനിക്ക് ആശ്വാസമാകൂ. ഡോക്ടറെ, എന്തായി? സർജറി കുറച്ച് ലേറ്റ് ആവും. എന്താ ഡോക്ടറെ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പേടിക്കാനൊന്നുമില്ല. അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ. ഹർഷയുടെ BP വളരെ കൂടുതലാ. അതൊന്ന് നോർമലായാൽ മാത്രമേ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് സർജറി രാവിലെ നടക്കൂ. എനിക്ക് ഹർഷയൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. തൽക്കാലം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്താൽ മതി. രവി, പേടിക്കാനൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? രവി ടെൻഷൻ അടിക്കാതിരിക്കേ. ഓപ്പറേഷൻ രാവിലെ ആവുമെങ്കിൽ പിന്നെ നമ്മളെല്ലാരും കൂടി രാത്രി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് ശരിയാ. ഞാനും രവിസാറും ഉണ്ടല്ലോ ഇവിടെ. സുശീല ഇന്ദ്രനും വീട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് രാവിലെ വന്നാ മതി. അല്ല, ഞങ്ങളോട് ഇവിടെ നിൽക്കണോ രവി? വേണ്ട, നിങ്ങൾ പൊയ്ക്കോ.
എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ ഞാൻ വിളിക്കാം. ആ അത് മതി ഇന്ദ്ര, നമുക്ക് പോവാം. എന്നാ ഞങ്ങൾ പോട്ടെ. വാ. ശരി. ഞാനൊരു കാര്യം ചോദിക്കുന്നോണ്ട് രവിസാറ് തെറ്റിദ്ധരിക്കരുത്. അല്ല രവിസാറേ, ഈ ഹർഷ എന്തിനാ സുശീലയ്ക്കും ഇന്ദ്രനും ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ഇന്നവര് വരാൻ വൈകിയപ്പോ എന്തൊരു വിഷമായിരുന്നു ഹർഷയ്ക്ക്. സുശീലാന്റി ഇന്ദ്രനും ഹർഷയ്ക്ക് സ്വന്തക്കാരെ പോലെയാ. ഒരു തരത്തിൽ പറഞ്ഞ എന്നേക്കാൾ വിശ്വാസം അവരെയാണെന്ന് പറയാം. അതിന്റെ കാരണാ ഞാൻ ചോദിച്ചത്. കാര്യം പറഞ്ഞാൽ സുശീല എന്റെ ബന്ധുവാ. അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. ഇന്ദ്രനൊരു കുഞ്ഞുണ്ടായപ്പോ പോലും അമ്മയും മോനും ഇത്രയ്ക്ക് താല്പര്യം കാണിച്ചിട്ടില്ല. അതിന്റെ കാര്യം കാരണമൊന്നും എനിക്കറിയില്ല കുഞ്ഞമ്മേ. അതൊന്നും ഞാൻ തിരക്കാനും പോയില്ല. കുറേ വർഷം ഞാൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് ഹർഷയ്ക്ക് സഹായത്തിനുണ്ടായിരുന്നത് അന്ന് അവരായിരുന്നല്ലോ. ഒരുപക്ഷെ അതിന്റെ സ്നേഹമായിരിക്കും. രവിസാറേ, ഈ സ്നേഹവും കടപ്പാടും ഒക്കെ നല്ലതാ. പക്ഷെ ഒന്നും അതിര് വിടാൻ പാടില്ല. അത് ദോഷം ചെയ്യും. അതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരെ എതിർക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞിനെയാ. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്താൻ എനിക്ക് നന്നായിട്ടറിയാം. അത് വേണം രവിസാറേ. സാറൊരു പാവ. അതുകൊണ്ടാ കുഞ്ഞമ്മ ഇതൊക്കെ പറയുന്നേ.